നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഈ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ആണ്. മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇതിനോട് ഡിസ്കസ് ചെയ്യുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ആണ്. സോ മെയിൻലി നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ വീഡിയോ വേഗം നമ്മുടെ നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. ലാസ്റ്റ് വീഡിയോ ഇത്രയൊക്കെ ലെവൽസ് ഇതൊക്കെ ഷെയർ ചെയ്തായിരുന്നു. നമുക്ക് ഇനി വേഗം കുറച്ച് ബിസിയാണ്, വീക്കെൻഡിൽ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ആണ് വരുന്നത് ഇന്നത്തെ. സോ എന്തായാലും നമുക്ക് വേഗം ചാർട്ട് അനാലിസിസ് കിടക്കാം. നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഈ സ്ട്രക്ചറിൽ നിഫ്റ്റി നമ്മൾ ഓൺ ഗോയിങ് ആണ് 1 2 3. ഓക്കെ, 1 2 3 എക്സാക്ട്ലി. ഇത് ഇനി ഇവിടെ നിന്ന് എടുക്കാം നോക്കൂ. ഓക്കെ, ഈ കൗണ്ടിങ് ഇവിടെ നിന്ന് വെക്കാം നോക്കൂ, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി ഇതിൻ്റെ ബില്ലോ പ്രൈസ് പോകണമെങ്കിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. 1 2 and 3 പിന്നെ 4 ഓൺ ഗോയിങ് താഴേക്ക് വരണം. താഴേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫർദർ അപ്പ് സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, വീക്കാവുന്നത് ഇതിൻ്റെ ബില്ലോ ആയിരിക്കും. ഈ ഒരു ലോ 24,955 50 കൂട്ടിക്കുക. ഓക്കെ, അതിൻ്റെ ബില്ലുമാണ് പ്രൈസ് ഇനി വീക്കാവുള്ളൂ. ഓക്കെ, ബുള്ളിഷ് ആവുന്നത് 25,118 അബവ് ആണ്. ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ പ്രൈസ് താഴേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ മുകളിലേക്ക് കയറേണ്ടതാണ്. അങ്ങനെ മുകളിലേക്ക് കയറേണ്ടതാണ്. പ്രൈസ് ഡയറക്റ്റ്ലി മുകളിൽ പോകുന്നതിനും ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓർ ഫ്ലാറ്റ് സംതിങ് ഓപ്പണിംഗ് ആയി കഴിഞ്ഞിട്ട് മുകളിലേക്ക് പ്രൈസ് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ 25,120 അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ ബുള്ളി സൈഡിലേക്ക് കയറുന്നാൽ മതി, അല്ലെങ്കിൽ വീണ്ടും റിജക്ഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, മോസ്റ്റ്ലി 24,955 ബ്രേക്ക് ചെയ്താൽ പിന്നെ താഴത്തെ ലെവൽസ് ആക്റ്റീവ് ആവും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഈ 24,800 ബ്രേക്ക് ചെയ്യാൻ പിന്നെ ഫുഡ് ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ആ ഡൗൺ സൈഡ് 24,600 ആൻഡ് ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, യെസ്, അങ്ങനെ തന്നെ. വേറെ ഏതാണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല എനിക്ക്. നമ്മുടെ ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി യെസ് ഈ ഒരു ഏരിയയിലാണ്. ബാങ്ക് നിഫ്റ്റി ഞാൻ ഓൾറെഡി ലെവൽസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതുവരെ അത് വെച്ചാൽ ലാസ്റ്റ് വീക്ക് ഡേ ഫുൾ സൈഡ് വേസ് ആയിരുന്നു. അത് പ്രത്യേകിച്ച് ഒന്നും പറയാനിപ്പോൾ ഇതിനകത്ത് ഇല്ല. സൈഡ് വേസ് ആയിരുന്നു മൊത്തം. ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് ആൻഡ് ബിയറിഷ്നെസ് ഈ ട്രെൻഡ് ലൈൻ്റെ ബിലോ. ഓക്കെ, ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് ആൻഡ് ബിയറിഷ്നെസ് ഈ ട്രെൻഡ് ലൈൻ്റെ ബിലോ ആയിരിക്കുള്ളൂ. ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഒന്നും നടന്നില്ലല്ലോ. നമ്മൾ ലാസ്റ്റ് ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ ഒന്നും നടന്നില്ല മാർക്കറ്റിൽ. സോ മോസ്റ്റ്ലി പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും കാണുന്നില്ല, ലെവൽസ് ഒന്നും കാണുന്നില്ല. യെസ്, ഇതിനകത്ത് നമുക്ക് ഇടയ്ക്കുള്ള ലെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. 1 2 3 and 4 യെസ്. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ലെവൽ നമുക്ക് നോക്കി വയ്ക്കാം. ആ ലെവലാണ് ഇത് 24,925. ഓക്കെ, ഈ ലെവൽസാണ്. സോ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു ഈ ഏരിയ. വേഗം നമുക്ക് സെൻസെക്സിലേക്ക് പോകാം. സെൻസെക്സ് യെസ് കറക്റ്റ് വന്ന് അവിടെ ക്ലോസിംഗ് ആണ്. ഈ അബവ് ഇതിൻ്റെ അബവ് തന്നെ ബുള്ളിഷ്നെസ് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ആ ഡൗൺ സൈഡ് ലെവൽസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെനിക്ക് നമുക്ക് മാറ്റാനാണ് ഇനി. ഇത് ഇരിക്കട്ടെ, ഈ സപ്പോർട്ട് സോൺ ഇതായിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ ഈ ഒരു സപ്പോർട്ട് ഷിഫ്റ്റ് ആവുന്നത് ഇവിടേക്ക്. നെക്സ്റ്റ് സപ്പോർട്ട് ഇവിടെ തന്നെ. ഓക്കെ, യെസ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഒന്നും കാണുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഡൈവേർജൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇത് യെസ്, ഡൈവേർജൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാനാണ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. സോ വലിയ ബുള്ളിഷ്നെസ് ഒന്നും ഇല്ല, ഈസിലി മൂവ് തരുന്നില്ലല്ലോ, അതാണ് മാർക്കറ്റ് ഇപ്പോൾ. അത് കണ്ടോ, മാർക്കറ്റ് ഇപ്പോൾ ഈസിലി മൂവ് തരുന്നില്ല, മൊത്തം സൈഡ് വേസ് ആക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഓൾറെഡി ഇത്ര മൂവ് കഴിഞ്ഞല്ലോ, അതാണ്. സോ അതിൻ്റെ ഒരു ടൈം വൈസ് കറക്ഷൻ എന്ന് പറയാം. ഓക്കെ, ടൈം വൈസ് കറക്ഷനാണ് ഇപ്പോൾ നടക്കുന്നുള്ളൂ എന്ന് പറയാം. ഓൾ ഇൻഡെക്സസ് നിയറസ്റ്റ് സപ്പോർട്ടാണ് ഇത് ബ്രേക്ക് ചെയ്താൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് ഇത് വരും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ അകത്താണെങ്കിൽ ഒന്നും കിട്ടത്തില്ല, സൈഡ് വേസ് ആയിരിക്കുള്ളൂ. ഇത് ഈ നമ്മുടെ ഈ NTDL പാറ്റേണിൻ്റെ അകത്താണെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കുക. എപ്പോഴും 5 മൂവ്സ് കഴിഞ്ഞിട്ടില്ലാണ്. 1 2 ഇത് ഓൺ ഗോയിങ് 3 4 അതാണ് നോക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഇതിനാണ് നോക്കേണ്ടത്, എന്നിട്ടേ നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കാവുള്ളൂ. ഓക്കെ,
സോ സ്റ്റിൽ മേ ബി ഫ്ലാറ്റ് ഓപ്പണിംഗ് ആവാൻ ചാൻസസ് ഉണ്ട് ഓൾ ഇൻഡെക്സിൽ. സോ ഇൻഡെക്സസ് ഓപ്പണിംഗ് ഫ്ലാറ്റ് ആണെങ്കിൽ പ്രൈസ് വീണ്ടും കൺസോളിഡേഷൻ ചെറിയ ബൗൺസ് ഒക്കെ തരുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ബ്ലാക്ക് ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ്റെ എൻ്റെ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ്റെ റൂൾ അതാ പറയണത്. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ ഡൗൺ സൈഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ അടുത്ത എക്സ്പ്ലനേഷൻ വീഡിയോ അടുത്ത് തന്നെ ഇടാം. കുറച്ച് ബിസിയാണായിരുന്നു വീക്കെൻഡിൽ, അതുകൊണ്ടാണ് വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല. എന്തായാലും ചെറിയ ഷോർട്ട് അനാലിസിസ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇന്ന് എന്തായാലും പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.